എത്തിക്കഴിഞ്ഞു. ഇത്തവണ ഹീമാനാണ് നമ്മുടെ ലക്ഷ്യം. അത് ട്രൈക്ലോപ്സ് അല്ലേ? ഒരു ട്രാപ്ജോയും ഉണ്ടല്ലോ. വിരോധമൊന്നുമില്ല, പക്ഷെ പിടിച്ചിരുന്നോളണം. ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ നമുക്കൊരു പക്ഷേ ഇവനെ താഴെ ഇറക്കാനാകും. നീ ഏത് വശത്തുകൂടി ആക്രമിച്ചാലും എനിക്ക് കാണാൻ കഴിയും ഹീമാൻ. അതുകൊണ്ട് പിന്മാറുന്നതാണ് ബുദ്ധി. നിനക്ക് എല്ലാ വശവും കാണാനായേക്കും, പക്ഷെ ചിലപ്പോൾ നേരെ മുമ്പിൽ നിന്ന് വരുന്നത് തടയാനാവില്ലെന്ന് വരാം. എന്താണിത്? അനങ്ങിപ്പോരുത്. ഇനി കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇങ്ങോട്ട് മാറി നിൽക്കൂ. സാരമില്ല, സ്കെലിറ്റർ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, നീയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കഴിയുമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്കൂ ഹീമാൻ. അത്ര എളുപ്പമല്ല ഹീമാൻ. നിന്റെ വാളിന് എന്നെ ഒന്നും ചെയ്യാൻ നോക്കില്ല. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എന്താണത്? ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട, നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒടുവിൽ ഹീമാൻ പൂർണ്ണമായും എന്റെ പിടിയിലായി കഴിഞ്ഞു. സ്കെൽറ്റർ, നീ അധികം അഹങ്കരിക്കണ്ട. നിനക്ക് തെറ്റിപ്പോയി ഹീമാൻ. എന്നത്തെയും പോലെയല്ല, നിനക്കിനി ഒരിക്കലും മിച്ചേനിയ രാജ്യം കാണാനാവില്ല. എന്റെ പ്രവൃത്തികൾക്ക് ഒരിക്കലും നിനക്കിനി തടസ്സം നിൽക്കാനാവില്ല. സകല അന്ധകാര ശക്തികളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഹീമാന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചു പോകട്ടെ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സ്കെൽറ്ററുടെ ശക്തി ഇപ്പോൾ ബോധ്യമായി കാണുമല്ലോ. ഇനി നീ എന്നേക്കുമായി പിടിക്കപ്പെടാൻ പോകുന്നു. ഹീമാൻ, എന്ത് സംഭവിച്ചു? ഇനിയുള്ള കാലം മുഴുവൻ ഈ അന്ധകാരത്തിന്റെ ഇടനാഴികകളിലൂടെ അലഞ്ഞു നടക്കാനാണ് അവന്റെ വിധി. താൻ ആരാണെന്നോ എവിടെ നിന്നോ വരുന്നുവെന്നോ അറിയാതെ അവൻ അലഞ്ഞു നടക്കേണ്ടി വരും. സ്കെലിറ്റർ, അനങ്ങി പോരുത്. ഇവരുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. അത് നമുക്ക് കാണാം. ഓ, നാം വന്ന കാര്യം സാധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പോകാം. അപ്പൊ ഞാനോ? ഇവലിൻ, സ്കെലിറ്റർ, ഇനി ഞാൻ എന്തു ചെയ്യും? ഈ അഴികൾ കടിച്ചു മുറിച്ച് രക്ഷപ്പെടാം എന്നൊന്നും നീ വിചാരിക്കണ്ട. ഈ അഴികളിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ട്രൈക്ലോപ്സിനെയും ട്രാപ്ജോയെയും ഒതുക്കി. ഇനി ഹിമാന്റെ കാര്യം?
ഞാൻ ഓർക്കോയും മറ്റുള്ളവരെയും കൂട്ടി സോസറസിന്റെ അടുക്കലേക്ക് പോവുകയാണ്. സോസറസിന് മാത്രമേ എന്തെങ്കിലും വിവരം നൽകാൻ സാധിക്കൂ. നാം ഒരു വലിയ വിഷമസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെയധികം ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ അണ്ടകടാഹത്തിൽ നിന്ന് ഹീമൻ പെട്ടുപോയിരിക്കുന്ന ഗ്രഹം ഏതെന്ന് കണ്ടുപിടിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഇനി ജ്യോതിഷ ദേവനായ സോഡിയാക്കിന് മാത്രമേ നമ്മളെ സഹായിക്കാനാവൂ. എല്ലാ കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. സോഡിയാക്ക് ദേവ, താങ്കളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. എത്രയും വേഗം എത്തിച്ചേരാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്ദി ദേവ, താങ്കൾ വളരെ വേഗത്തിൽ എത്തിയിരിക്കുന്നു. ഇറ്റേണിയ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാനാവുമോ? സോഡിയാക് ദേവ, ഹീമാൻ എവിടെയാണെന്ന് കാണിച്ചു തരാൻ താങ്കൾക്കാവുമോ? ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൃത്യമായി അറിയാൻ എനിക്ക് കഴിയും. പക്ഷേ അവയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് എന്റെ ശക്തികൾ ഉപയോഗിച്ചുകൂടാ. ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരാമോർക്കോ. പക്ഷേ അത് ഫലപ്രദമാകണമെങ്കിൽ താങ്കളുടെ ജാലവിദ്യകൾ കൂടി ഉപയോഗിക്കണം. താങ്കൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഓർക്കോയുടെ മാജിക്കിൽ വിശ്വസിക്കണമെന്നാണോ? ഓർക്കോയും റേഞ്ചറും റാംമാനും പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. മാനറ്റാം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. എനിക്കറിയാം. എങ്കിൽ വേഗമായി. ഹീമാൻ അപകടത്തിൽപ്പെട്ടിരിക്കാൻ ഇടയുണ്ട്. ഞാൻ എവിടെയാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഓടിപ്പോകല്ലേ? അനങ്ങി പോകരുത്. ആ ദുഷ്ടന്റെ ആളായിരിക്കും. ഇനി ഞങ്ങളെ ഉപദ്രവിക്കാനാണോ ഭാവം? എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതാ പിടിച്ചോ. ഇത്തവണത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പക്ഷേ ഇവിടുത്തെ ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ? അതിന് എനിക്ക് ഇവരെ ആരെയും അറിയില്ല. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്ലണ്ടറുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന്. എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. എന്റെ പേര് പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോ പറഞ്ഞ പേര് എവിടെ കേട്ടതുപോലെ. താങ്കൾ എന്തായാലും ഞങ്ങളോടൊപ്പം വരൂ. ഒരു പക്ഷേ താങ്കളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും കാണാൻ സാധിച്ചേക്കും. തീർച്ചയായും. ഗ്ലീഡിലിന്റെ പുതിയ കൂട്ടുകാരനെ കൊള്ളാമല്ലോ. കണ്ടിട്ട് നല്ല കായ ബലമുള്ള ആളാണെന്ന് തോന്നുന്നു. എന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവൻ ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ് പ്ലെൻഡർ. ഈ ദേശം ഇപ്പൊ എന്റെ അധീനതയിലാണ്. ഞാനെങ്ങും വരുന്നില്ല. എനിക്ക് പേടിയോ? ഇങ്ങനെ പേടിച്ചാലോ? എനിക്ക് ഇത്തരം സാഹസികതകളിലൊന്നും താല്പര്യമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് ഹീമാൻ രക്ഷിക്കണ്ടേ? നോക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി. ഹീമാൻ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ഉതകുന്ന കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഓർമ്മകൾ ഉണർത്താൻ ശ്രമിക്കണം. അതിനൊക്കെ ഞാൻ മിടുക്കൻ തന്നെ അല്ലേ? എന്റെ വിധി അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? പോയി വരൂ കൂട്ടുകാരെ. ഈ യാത്ര കൊള്ളാമല്ലോ. നാം വിചാരിക്കുന്നത് പോലെ ഇതത്ര എളുപ്പമൊന്നും അല്ല. ഒന്നുമില്ലല്ലോ. അങ്ങനെ സുഖമായിട്ടൊന്ന് പറക്കാൻ ഒരു അവസരം കിട്ടി. പിന്നെ ഞാൻ ശരിക്കും തളർന്നു പോയി. നോക്കൂ സുഹൃത്തുക്കളെ, സോഡിയാക് ദേവന്റെ മാന്ത്രികോടി പ്രകാശിക്കുന്നു. നമുക്കിറങ്ങാൻ സമയമായി. എന്റെ അമ്മോ! അയ്യോ, നാശം! എന്റെ കാലിപ്പോ ഒടിഞ്ഞു പോയേന്. അങ്ങനെ നാം സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. കൂട്ടുകാരെ, അതാ നോക്കൂ, ഒരു വിചിത്രമായ വസ്തു. എന്തൊരു അതിശയം! അത് വിചിത്രമായ വസ്തുവൊന്നുമല്ല, നമ്മുടെ ഹീമാന്റെ വാളാണ്. റേഞ്ചർ, നിനക്ക് മണം പിടിക്കാനാവുന്നുണ്ടോ? എനിക്ക് 2 ദിവസമായിട്ട് നല്ല ജലദോഷമാ.
നിങ്ങൾ ഇവിടെയാണോ ജീവിക്കുന്നത്? അതെ, ഇത് ട്രാറ്റസ് എന്ന ഗ്രഹമാണ്. എന്റെ പേര് ഗ്ലേഡിൽ. ഞാനാണ് ഇവിടുത്തെ മൃഗങ്ങളെല്ലാം സംരക്ഷിക്കുന്നത്, അല്ല സംരക്ഷിച്ചിരുന്നത്. എന്താണ് സംഭവിച്ചത്? അതൊക്കെ ഒരു കാലം. ഒരിക്കൽ ഇത് വളരെ ഹരിത മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. പ്ലണ്ടർ ഈ സ്ഥലം കീഴടക്കുന്നത് വരെ ഇത് വളരെ മനോഹരമായിരുന്നു. ആ ദുഷ്ടൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി, അതായത് ഫാക്ടറികളും മറ്റും പണിയുന്നതിനായി ഇവിടെയുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ചു. ഇവിടുത്തെ മൃഗങ്ങളുടെ ജീവൻ വളരെ അപകടത്തിലായി. പല മൃഗങ്ങളും വിഷബാധയേറ്റു മരിച്ചു. അവയിൽ ചിലതിന്റെ ചിത്രങ്ങളാണ് ഇതെല്ലാം. ഈ ചിത്രം കണ്ടിട്ട് എനിക്ക് ആരെയും ഓർമ്മയില്ല. അയ്യോ! പ്ലണ്ടറിന്റെ യന്ത്രമനുഷ്യർ! എങ്ങനെയുണ്ട് എന്റെ ഏറ്? എന്തൊരു പുക! ഹീമാനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. മൂക്കടപ്പ് കാരണം എനിക്കാണെങ്കിൽ മണം പിടിക്കാനും സാധിക്കുന്നില്ല. വിഷമിക്കേണ്ട, നമുക്ക് കണ്ടെത്താമെന്നേ. അയ്യോ, ഭീകരജന്തു! അയ്യോ, ഇത് ഭീകരജീവിയൊന്നുമല്ല. ഇതിനോടൊന്ന് സംസാരിച്ചു നോക്കൂ. ചിലപ്പോൾ ഹീമാനെ കുറിച്ച് എന്തെങ്കിലും അറിയാനായിരിക്കും. ഇവൻ പറയുന്നത് ഇവന്റെ യജമാനത്തെയും ഹീമാനെയും ഒരു യന്ത്രമനുഷ്യൻ പിടിച്ചോട്ട് പോയി എന്നാ. അപ്പോഴേ എഴുന്നേൽക്കാൻ സമയമായിട്ടോ? ഉറങ്ങിയത് മതി. സ്വാഗതം സുഹൃത്തെ, ഞാനാണ് പ്ലണ്ടർ, ട്രാമസ് ദേശത്തിന്റെ സർവാധിപൻ. മനസ്സിലായോ? അല്ല, അന്നവൻ എന്ന് പറയുന്നതാണ് ശരി. താങ്കൾ ഈ പൊട്ടിപ്പെണ്ണ് പറയുന്നതൊന്നും കേൾക്കണ്ട. ഇവൾക്ക് ഭ്രാന്താണ്. താങ്കൾ എന്റെ കൂടെ നിന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എന്നിട്ടും താങ്കൾ എന്നെ കണ്ണും പിടിച്ച് നോക്കുന്നത് എന്താ? ഇവളെ വിശ്വസിക്കരുത്. നിങ്ങൾ എന്താണ് പറയുന്നത്? അതാ ആ കുപ്പിയിലിരിക്കുന്ന ദ്രാവകം ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് മാന്ത്രിക ദ്രാവകമാക്കി മാറ്റാൻ പോകുന്നു. അത് വിറ്റാൽ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനാവും. അല്ലല്ലല്ല, കോടികൾ തന്നെ. പിന്നെ ഇവിടുത്തെ പണക്കാരൻ ഞാൻ തന്നെ. എന്റെ ദൈവമേ! ഓ! നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒരു ദേശത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ലക്ഷ്യം നേടാൻ ഞാൻ എന്തും ചെയ്യും. ഈ ഭീകര സ്ഥലത്തിനുള്ളിൽ അഹീമാനെന്നാ ഇവൻ പറയുന്നത്. എങ്കിൽ സമയം പാഴാക്കുന്നത് എന്തിന്? നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളിലേക്ക് കയറാന്നേ. വരട്ടെ, അങ്ങനെ തിരക്ക് പിടിക്കാതെ എങ്ങനെ ഉള്ളിൽ കിടക്കാമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അയ്യോ! ഏയ്, ഇനിയും നിങ്ങള് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കായിക ബലം എനിക്ക് പ്രതീക്ഷിക്കാമോ? എന്റെ ശോചനീയാവസ്ഥ നിങ്ങൾ മുതലെടുക്കരുത്. എനിക്ക് ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ നിനക്കും ഗ്ലീഡിലും എന്നേക്കുമായി ഈ തടവറയിൽ തന്നെ കഴിയാം. അയ്യോ! എന്താണ് ആ സാധനം? ഹീമാൻ, ഹീമാൻ ദാ ഇവിടെ. ഹീമാനോ? ഇനി എന്റെ യന്ത്രമനുഷ്യന്മാർ നിങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും. ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ സ്വന്തം നാടിനെ കുറിച്ച് വീടിനെ കുറിച്ച് സംസാരിക്കാനാണല്ലോ സോഡിയാക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്റെ വീടിനെ കുറിച്ച് ഒരു ഓർമ്മയുമില്ല. ഓ, അങ്ങനെയാണല്ലേ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വീടിനെ കുറിച്ച് പറയുന്നതിന് നല്ലത് കാസിൽ ഗ്രേസ്കളെ കുറിച്ച് പറയുന്നതാകും. വരൂ, എന്റെ കൂടെ വരൂ. വരൂ ഹ്യൂമൻ.
ഓർക്കോ ഹായ്, ഹീമാന് തന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. വരൂ, നമുക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലിയോട് ബാക്കിയുണ്ട്. എന്റെ യന്ത്രമനുഷ്യരെല്ലാം തവിട് പൊടിയായിരിക്കുന്നു. സാരമില്ല, ഈ മാന്ത്രിക ദ്രാവകം ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഈ പരീക്ഷണം വിജയിച്ചാൽ പിന്നെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇതിൽ നിന്നും താഴെ ഇറങ്ങാൻ സമയമായിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് ഹീമാൻ. ഞങ്ങളുടെ ദേശം വീണ്ടും പഴയ പ്രതാപത്തിലായിരിക്കുന്നു. സ്പ്ലെൻഡറുടെ പരീക്ഷണശാലയിലെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ നിങ്ങളുടെ ഗ്രഹം വീണ്ടും പഴയതുപോലെ ആയിരിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതാ നോക്കൂ, സ്പ്ലെൻഡറുടെ തലയുടെ സ്ഥിരത നശിച്ച് അയാൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. സ്കെൽട്ടർ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാകും. വരൂ, നമുക്ക് വേഗം തിരികെ പോകാം. ഓർക്കോ, ഈ ടെണയിലേക്ക് പോകേണ്ട സമയമായി. വരൂ. അതെ, പക്ഷേ റാമാൻ എവിടെ? വരൂ, ഞാനിവിടെ ഇവർക്ക് ശരിയായ രീതിയിൽ ചാടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. വരൂ കൂട്ടുകാരെ, പോകാൻ സമയമായിരിക്കുന്നു. പ്രകൃതി സമ്പത്തെല്ലാം പാടെ നശിച്ച ഒരു ഗ്രഹത്തെ ഹീമാൻ രക്ഷിച്ച കഥയാണ് നാം ഇന്ന് കണ്ടത്. ഇന്ന് നമ്മുടെ ഗ്രഹമായ ഭൂമിയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ തന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കായി പ്രകൃതിയുടെ വരദാനമായ സസ്യ ഇല സമ്പത്തെല്ലാം നിരുപാധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചാൽ അതൊരുപക്ഷെ നമ്മുടെ നിലനിൽപ്പിന്